പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പാട്ട് എന്ന് പറഞ്ഞ് ഉത്തരം പറയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആയിരക്കണക്കിന് നല്ല കോമ്പോസിഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാൽ തന്നെയും ഈ പരിപാടിയിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു 5 പാട്ടുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. അവയുമായിട്ടുള്ള അനുഭവം ഷെയർ ചെയ്യാണ്. വളരെ സ്പെഷ്യലാണ് ഈ 5 പാട്ടുകൾ. മലയാള സിനിമയിൽ ഞാൻ പ്ലേബാക്ക് തുടങ്ങിയത് ദീനദയാലു രാമ എന്നുള്ള പാട്ടുകൊണ്ടാണ്, അരണ്യങ്ങളുടെ വീട്. അതിനുശേഷം എനിക്ക് കിട്ടിയ ആദ്യത്തെ സോളോ ഘനശ്യാമ എന്നുള്ള പാട്ടാണ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന മൂവിക്ക് വേണ്ടി. സത്യൻ അന്തിക്കാട് സാറാണ് ഈ മൂവി ഡയറക്റ്റ് ചെയ്തത്. മ്യൂസിക് മൈസ്ട്രോ ഇളയരാജ സാറാണ് കമ്പോസ് ചെയ്തത്. ലിറിക്സ് കൈതപ്പുറം സാറ്. അപ്പോൾ ഈ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചാൻസ് എല്ലാവരും കൊതിക്കുന്നതാണ്, ഇളയരാജ സാറിന് വേണ്ടി പാടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പൂനെയിൽ അന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. രാജാ സാറ് നേരിട്ട് പാട്ട് പറഞ്ഞു തരിക. ട്രാക്ക് കേട്ടിട്ടൊന്നുമല്ല പഠിച്ചത്, ഹാർമോണിയം വെച്ച് രാജാ സാറ് നേരിട്ട് ഈ പാട്ട് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത്. വളരെ റിച്ച് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ. ആക്ച്വലി ഇതിൻ്റെ മ്യൂസിഷ്യൻസ് എല്ലാവരും അന്ന് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു, പ്രസാദ് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഈ പാട്ട് ലക്ഷ്മി ഗോപാലസ്വാമിയാണ് ഇതിൻ്റെ വിഷ്വല്. ഭാനുപ്രിയയുണ്ട്. ഇപ്പോഴും ഈ പാട്ട് ഒരു ക്ലാസിക്കായി തുടരുകയാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് വേദികളിൽ സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോർമാറ്റിൽ ഇപ്പോഴും സജീവമായിട്ട് കോറിയോഗ്രഫി ചെയ്ത ആൾക്കാർ, കുട്ടികൾ നന്നായി ഒരു ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഒരു ഡാൻസ് സോങ് ആണിത്. അപ്പോൾ ഈ പാട്ട് നമുക്കിപ്പോൾ കാണാം. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം. ഔസേപ്പച്ചൻ സാറ് കമ്പോസ് ചെയ്ത വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് പാടാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. എല്ലാവരും കേട്ട് കാണും. കാരണം ഒരു കാലത്ത് അത് ക്യാമ്പസുകളിൽ വളരെയധികം എല്ലാ കുട്ടികളും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പാട്ടാണ്. അതുമാത്രമല്ല, അതിനെക്കാട്ടും അഭിമാനകരം എന്ന് പറയാനായിട്ട് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയിൽ മലയാള സിനിമയിലുണ്ടായ ഏറ്റവും നല്ല 10 പാട്ടുകളിൽ ഈ പാട്ട് സെലക്ട് ചെയ്തിരുന്നു, റൊമാൻറ്റിക് സോങ്സിൽ. അപ്പം അങ്ങനെ ഒരു പാട്ട് മറ്റൊരു ക്ലാസിക്ക് പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഔസേപ്പച്ചൻ സാറാണ് കമ്പോസ് ചെയ്തത്. VK പ്രകാശിന്റെ മുല്ലവള്ളിയും തേന്മാവും എന്നുള്ള സിനിമ. ഇതിന്റെ ലിറിക്സ് എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരി സാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. വേണുചേട്ടൻ്റെ ഒപ്പം, ജി വേണുഗോപാലിന്റെ മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും നല്ല താരാട്ട് പാട്ടുകളിലൊന്ന് പാടാനുള്ള പരമഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. രമേശ് നാരായണൻ സാറാണ് ഈ മനോഹരമായ പാട്ട് കമ്പോസ് ചെയ്തത്. കൈതപ്പുറം സാറിന്റെ സ്വീറ്റ് ആയിട്ടുള്ള ലിറിക്സ്, ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ലിറിക്സ് ആണ്. ഏതൊരു കുട്ടിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ഏതൊരു കുട്ടിയും സ്വപ്നം കാണുന്ന ലിറിക്സ് ആണിത്. എന്നോട് ഒരുപാട് അമ്മമാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗായത്രിയുടെ ഈ പാട്ട് കേൾപ്പിച്ചിട്ടാണ് ഞാൻ കുട്ടിയെ ഉറക്കാറ് എന്നുള്ളത്. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. ജയരാജ് സാറാണ് മകൾക്ക് എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത്. ഈ പാട്ട് നമുക്കിപ്പോൾ കേൾക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇതിൽ 4 വരികൾ പാടുകയാണ്. ചാഞ്ചാടിയാടി ഉറങ്ങ് നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങ് നീ, ആകാശത്തു ഞാലാട് നീ, കാണാക്കിന കണ്ടുറങ്ങ്. ന്യൂ ജനറേഷൻ മ്യൂസിക് ഡയറക്ടേഴ്സിൽ വളരെ നല്ല മെലഡികൾ മലയാളത്തിന് സമ്മാനിച്ച ബിജി ബാലിന് വേണ്ടി ഈ അടുത്ത് ഞാനൊരു പാട്ട് പാടി. ബിജി ബാലിനൊപ്പം ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അടുത്തിറങ്ങിയ വയലിൻ എന്ന സിനിമയിലെ പാട്ട് എല്ലാവരും നന്നായി സ്വീകരിച്ചു. അതിലെനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. പുതിയ യുവതാരങ്ങളായ ആസിഫ് അലിയും നിത്യ മേനോനുമാണ് ഇതിൻ്റെ വിഷ്വൽ സീൻ അവരും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. റഫീഖ് അഹമ്മദാണ് ഈ പാട്ടിന്റെ ലിറിക്സ്. ഇത് റെക്കോർഡ് ചെയ്യലും കുറച്ച് എളുപ്പമായിരുന്നില്ല ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട്. കാരണം ഇതിന്റെ ലിറിക്സ് വളരെ ഫാസ്റ്റായിട്ട് പറയണം. നമുക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്താലാണ് ഈ ലിറിക്സ് തെറ്റാണ്ട് പാടാൻ പറ്റുക.
ഗണേഷ് സുന്ദറാണ് മെയിൽ വോയിസ് ഈ പാട്ടിൽ, ഈ ഡുവറ്റിൽ മെയിൽ വോയിസ് ഗണേഷ് സുന്ദരത്തിൻ്റെതാണ്. അപ്പോൾ ഈ പാട്ടിന് ഒരുപാട് നല്ല റിവ്യൂസ് കിട്ടി. 80s മലയാളത്തിന്റെ ഒരു ഗോൾഡൻ ഈറ തന്നെയായിരുന്നു എന്ന് പറയാം. നമുക്ക് ഒരുപാട് നല്ല മെലഡീസ് ഈ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേതൊരു മലയാളിയെ പോലെ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. ചിത്ര ചേച്ചിയുടെ വലിയൊരു ഫാനാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ചിത്ര ചേച്ചിയുടെ ഫാൻസാണ്. അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിത്ര ചേച്ചിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, അന്ന് ഹിറ്റായ ഒരു പാട്ട്, പൂമാനമേ ഒരു രാഗമേഘം താ. ഈ പാട്ട് ഞാൻ കോമ്പറ്റീഷനിൽ പാടി, എനിക്ക് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത്ഭുതമെന്ന് പറയട്ടെ, ഈ കോമ്പറ്റീഷന് കിട്ടിയ പ്രൈസ് അന്ന് അതിൻ്റെ എന്താ പറയുക പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നത് മാനാഞ്ചിറ മൈതാനത്തിലാണ്. അന്ന് ചിത്രചേച്ചി തന്നെയാണ് എനിക്കൊരു വിളക്ക് പ്രൈസായിട്ട് തന്നത്. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ചിത്രചേച്ചിയെ കാണുന്നോ ചിത്രചേച്ചിയോടൊപ്പം പാട്ട് റെക്കോർഡ് ചെയ്യുന്നോ ഒന്നും അന്ന് എന്താ പറയുക അന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അതെല്ലാം